Namaskaram, once again welcome back to our channel. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SMK യുടെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യുന്നത്. ഈ അൺബോക്സിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ഗിവ് അവേ കൂടെ അനൗൺസ് ചെയ്യുകയാണ്. ഞാൻ അപ്പോൾ ആ ഗിവ് അവേയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ SMK യുടെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് 4300 രൂപ വിലയുള്ള ഈ ഒരു ഹെൽമെറ്റും അതുകൂടാതെ വേഗയുടെ ഹാഫ് ഫേസ് ഹെൽമെറ്റ് രണ്ടെണ്ണവുമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടോ മൂന്നോ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നിങ്ങളിലും ഒരാൾക്ക് ഈ സമ്മാനം നേടാവുന്നതാണ്. ഞാൻ ഈ ഹെൽമെറ്റ് വാങ്ങാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി നടത്താൻ പോകുന്ന മുംബൈ ടു കേരള ഒരു സോളോ റൈഡ് നടത്താൻ പോവുകയാണ്. ആഗസ്റ്റ് 24 സ്റ്റാർട്ടാകും. എൻ്റെ സ്കൂട്ടി, അതായത് ബർഗ്മാൻ സ്ട്രീറ്റ്, സുസുക്കിയുടെ ബർഗ്മാൻ സ്ട്രീറ്റിലാണ് ഞാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് റൈഡാണ്. ഞാൻ 2020 ജനുവരിയിൽ നടത്താൻ പോകുന്ന ഓൾ ഇന്ത്യ റൈഡിന് വേണ്ടിയുള്ളൊരു ടെസ്റ്റ് റൈഡാണ്. കാരണം ഈ സ്കൂട്ടി എത്രത്തോളം എഫിഷ്യൻ്റ് ആണെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു ടെസ്റ്റ് റൈഡാണ്. അപ്പോൾ ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് നമ്മളുടെ ആൻഡമാനും ഇന്ത്യയിൽ പെടുന്നതായതുകൊണ്ട് ആൻഡമാന് കൂടി പോയി അങ്ങനെ ഓൾ ഇന്ത്യ റൈഡ് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിനും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ഈ ടെസ്റ്റ് റൈഡിലും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി കൂടുതൽ വൈകിക്കാതെ നമുക്ക് ഈ ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കൂടുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ടെക് വീഡിയോസ്, മോട്ടോ വ്ളോഗിംഗ്, ട്രാവൽ വ്ളോഗ്സ്, അതുപോലെ തന്നെ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇങ്ങനെയുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്ന എല്ലാ വീഡിയോസും ഞാൻ ഈ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ ഈ ഹെൽമെറ്റിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം ഈ 4300 രൂപയുടെ ഹെൽമെറ്റ് പ്രൈസിനനുസരിച്ച് ഉപയോഗമുള്ളതാണോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ SMKയുടെ ഫുൾ ഫേസ് ഹെൽമെറ്റിൻ്റെ പാക്കേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ കവറേജിലുള്ള പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, SMKയുടെ ലോഗോ, നമുക്ക് എല്ലാ സൈഡിലും SMKയുടെ ലോഗോ കാണാം. പിന്നെ ഇതിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാച്ച് നമ്പറും ബാക്കി കാര്യങ്ങളും, ഇത് മാനുഫാക്ചറിങ് ഡേറ്റ്, ഇതിൻ്റെ കളറ്, റേറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഈ സൈഡിലെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ കവറിന് പുറത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഈ കവർ തുറന്ന് നോക്കാം, ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പാക്കേജിങ് വരണതെന്ന് നോക്കാം. അപ്പോൾ തുറന്നു കഴിയുമ്പോൾ ഈ ഒരു കവറിലാണ് ഹെൽമെറ്റ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിടാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് ഹെൽമെറ്റിൻ്റെ കവർ എന്ന് പറയുന്നത്. ആ ബോക്സ് കളഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ഹെൽമെറ്റിൻ്റെ. ഇത് ഒരു കവറല്ല, ഒരു ബാഗ് ടൈപ്പാണ്. ബൈക്കിലല്ല പോണത്, അല്ലാതെ എവിടെയെങ്കിലും ഹെൽമെറ്റ് നമുക്ക് ക്യാരി ചെയ്യണമെങ്കിൽ ഇതിനൊരു ബാഗ് പോലെ യൂസ് ചെയ്ത് ഇതിൻ്റെ ഹെൽമെറ്റിനെ ക്യാരി ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം, ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇത് നോർമൽ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഈ ഹെൽമെറ്റ് നമുക്കൊരു സൈഡിലോട്ട് വയ്ക്കാം. അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ബാഗിനകത്ത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ബാഗ് മാത്രം. ബാഗിലും നമുക്ക് SMKയുടെ ഒരു ലോഗോ കാണാൻ പറ്റും. SMK ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു ലോഗോ നമുക്ക് ബാഗിലും കാണാം. അത് കഴിഞ്ഞ് ബാഗ് മാറ്റിക്കഴിഞ്ഞാൽ ഹെൽമെറ്റ് വരുന്നത് ഇതാണ് ഹെൽമെറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഹെൽമെറ്റിൻ്റെ കൂടെ തന്നെ സ്ട്രാപ്പിൽ തന്നെ നമുക്ക് എന്തൊക്കെ ബുക്ക്ലെറ്റ്സ് കാണാം. അതെന്തുവാണെന്ന് അതെന്തുവാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു SMKയുടെ കീ ചെയിനാണ്. ഇത് SMKയുടെ സ്റ്റിക്കർ. നമുക്ക് വേറെ എവിടെ വണ്ടിയിൽ എവിടെയെങ്കിലും ഒട്ടിക്കണമെങ്കിൽ അത് ഒട്ടിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് യൂസർ ഗൈഡാണെന്ന് തോന്നുന്നു. അതെ, യൂസർ മാനുവലാണ്. SMKയുടെ യൂസർ മാനുവൽ. അത് നമുക്ക് പിന്നീട് നോക്കാം എന്താണെന്ന്. അടുത്ത് ഹെൽമെറ്റിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഇതാ ഇവിടെ കാണാം. ഇതെന്ന് പറഞ്ഞാൽ ഡബിൾ വൈസറാണ്. അപ്പോൾ ഫ്രണ്ടിൽ ഇതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൈസർ. ഇതിൽ എന്താണ് ഇപ്പം കുറേ അവരെ ഇതൊക്കെ ഒട്ടിച്ചിരിക്കുകയാണ്, SMKയുടെ ലോഗോയും. അതെല്ലാം നമുക്ക് അങ്ങ് ഇളക്കി മാറ്റാം. ഇതാണ് ഇളക്കി മാറ്റി. ഇതാണ് വൈസർ. ഇവിടെ ഒരു ലോക്കിംഗ് ഉണ്ട്, ചെറിയൊരു ലോക്ക് വരുന്നുണ്ട്. ആ ലോക്ക് നമ്മളിത് അടയ്ക്കപ്പോഴത്തേക്ക് ഈ ലോക്ക് വന്ന് ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ ഇത് പെട്ടെന്ന് തുറന്നു പോകത്തില്ല. എന്നിട്ട് ആ ക്ലോസ് ഓപ്പൺ ആക്കി അതിനെ നമുക്ക് ഓപ്പൺ ആക്കാൻ വേണ്ടി ഇതിനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി.
അത് കഴിഞ്ഞിട്ട് അതിന് തൊട്ട് താഴെ തന്നെ നമുക്ക് നോക്കപ്പോഴും കാണാൻ പറ്റണമെന്ന് പറഞ്ഞാൽ ഒരു എക്സോസ്റ്റ് ആണ്. ഈ എക്സോസ്റ്റ് നമ്മളെ എയർ പുറത്തേക്കും അകത്തേക്കും പോകാൻ വേണ്ടിയുള്ള എക്സോസ്റ്റ് ആണ്. അത് നമുക്ക് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യാം. അത് ആവശ്യാനുസരണം നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം ഇത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പം തന്നെ മോട്ടോ വ്ളോഗിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് ഇപ്പം തുറന്നിരിക്കുകയാണെങ്കിൽ ഇതിൽ കൂടെ എയർ അകത്തോട്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമ്മൾ പറയുന്നതൊന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തില്ല. കാരണം ഈ എയറിൻ്റെ സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അത് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ സമയത്ത് മാത്രം ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ സൗണ്ടും എയറും അകത്തോട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് മോട്ടോ വ്ളോഗിങ് നമ്മൾ ചെയ്യുന്ന ആഡിയോക്കൊക്കെ നല്ല ക്വാളിറ്റി കാണും. അപ്പോൾ അതിന് നമുക്ക് യൂസ് ആകും. അത് കഴിഞ്ഞ് നമുക്ക് മുകളിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് കാണാം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ബാക്കിലും ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അകത്ത് ഫുള്ള് ആയിട്ടുള്ള എയർ സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബാക്കിലും എക്സോസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISO സർട്ടിഫിക്കറ്റ് ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു യൂറോപ്യൻ ECE സർട്ടിഫൈഡ് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഇത് ഒട്ടിച്ചിരിക്കുന്നത് കാണാം ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ എന്താ ഇവിടെ ഈ ഒരു കട്ട് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇതിൽ ബ്ലൂടൂത്ത് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള പാർട്ടാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. അപ്പം ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ വേണ്ടി SMKയുടെ തന്നെ ബ്ലൂടൂത്ത് ഡിവൈസ് വരുന്നുണ്ട്. പക്ഷേ അത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഏകദേശം 4000 രൂപ അതിന് മാത്രം ബ്ലൂടൂത്ത് സെറ്റ് ചെയ്യുന്നതിന് മാത്രം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നമ്മൾ ഇൻറ്റീരിയർ പാർട്ടിലോട്ട് വരപ്പെടുന്ന പറഞ്ഞാൽ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് നല്ല ഒരു കട്ടിയായിട്ടുള്ള ഫോം ബേസ്ഡ് ഇൻറ്റീരിയർ ആണ്. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു എന്താണ് നല്ല കുഷൻ എഫക്റ്റ് കിട്ടും. അപ്പോൾ തലയിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ എന്താണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതിൻ്റെ ഒരു ഭാരം തോന്നത്തില്ല. ഇത് നല്ല കുഷൻ എഫക്റ്റോടെ ഇരിക്കും. അതുമല്ല ഇതെന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് എന്ന ഹെൽമെറ്റാണ്. ലാർജ് സൈസ് എൻ്റെ തലയ്ക്ക് അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ലാർജ് എന്ന് പറയുന്നത് നല്ല ഒതുങ്ങിയിരിക്കും. എപ്പോഴും നമ്മൾ ഹെൽമെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൻറ്റിമീറ്റർ ഇപ്പം ലാർജ് മീഡിയം ഒക്കെ നോക്കുമ്പോൾ അതിൽ എത്ര സെൻറ്റിമീറ്ററാണ് നമ്മൾ അളന്ന് 1 സെൻറ്റിമീറ്റർ താഴെയുള്ള ഇത് എടുക്കാൻ നോക്കണം. കാരണം കുറച്ച് ടൈറ്റായിട്ട് ഇരിക്കണം. ഹെൽമെറ്റ് എപ്പോഴും ടൈറ്റായിട്ട് ഇരിക്കണം ഹെൽമെറ്റ് ചൂസ് ചെയ്യാൻ. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസായിട്ടിരിക്കുന്ന ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ തരത്തില്ല. നമ്മൾ വീഴയോ വല്ലതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഊരിപ്പോവും. അപ്പോൾ എപ്പോഴും ടൈറ്റായിട്ടുള്ള ഹെൽമെറ്റ് തന്നെ വാങ്ങിക്കുക. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാം ഈ എക്സോസ്റ്റിൻ്റെ ആ പാർട്ടികൾ അകത്ത് കാണാം. നമ്മൾ നേരത്തെ ബാക്കിൽ കണ്ട എക്സോസ്റ്റും അതേപോലെ തന്നെ മുകളിലും ഒരു എക്സോസ്റ്റിൻ്റെ ഇതുമുണ്ട്. അപ്പോൾ അത് നമുക്ക് അകത്ത് കാണാം. ഇനി നമ്മൾ ഇതിൻ്റെ ഓവറോൾ ലുക്കിനെയും കളറിനെയും ഡിസൈനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് ബ്ലാക്കും അതുപോലെ തന്നെ മാറ്റ് ബ്ലൂവും പിന്നെ ഫ്ലൂറസെൻ്റ് ഗ്രീനും വരുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ഗ്രാഫിക്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മാക്സിമം പാർട്ടും എന്താണ് ഈ ഒരു ഡാർക്ക് ബ്ലൂ ടൈപ്പിലെ ഒരു കളറാണ് മാക്സിമം കൊടുത്തിട്ടുള്ളത്. പിന്നെ ബ്ലാക്ക് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് ലൈനും എല്ലാം കാണാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂളായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ്. കൂടുതൽ എന്താണ് ഹെവി ആയിട്ടുള്ള ഗ്രാഫിക്സും അല്ല, എന്നാൽ ഗ്രാഫിക്സ് ഇല്ലാതെയും ഇല്ല. അപ്പം നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഫ്ലൂറസെൻ്റ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇതിൻ്റെ ലുക്കിനെ എൻഹാൻസ് ചെയ്യും. അതുമല്ല നമ്മൾ രാത്രിയൊക്കെ നമ്മൾ ഓടിച്ച് പോവുകയാണെങ്കിൽ ഈ ഫ്ലൂറസെൻ്റ് ഗ്രീനിൽ വെട്ടം അടിക്കുമ്പോൾ അതും ഒരു പ്ലസ് പോയിൻ്റ് ആണ്. ഇതിൻ്റെ ഡിസൈനിനെ വെച്ച് അത് ഒരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ഈ ഹെൽമെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല തരത്തിലുള്ള ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതിൻ്റെ പ്ലാസ്റ്റിക് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലൊക്കെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അതേപോലെ തന്നെ നമ്മൾ അകത്തെ കുഷൻ നേരത്തെ കണ്ടതാണ്. കുഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിൽഡ് ക്വാളിറ്റിയിലുള്ളതാണ്. സൈഡിൽ ലെതറിൻ്റെ ഒരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ബോട്ടം ലൈനിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈബർ ബീഡിങ് ആണ് വരുന്നത്. അത് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് മുകളിലോട്ടുള്ളത് നിങ്ങൾക്ക് ഈ കാണാവുന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് കൊടുത്തിരിക്കുന്നത് 1450 ഗ്രാമാണ് വെയിറ്റ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 കിലോ വരെ അടുപ്പിച്ചുള്ള വെയിറ്റ് ഉണ്ട് ഈ ഹെൽമെറ്റിന്. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഈ ഇത്രയും ഹെവി ആയിട്ടുള്ള കുഷൻ എഫക്റ്റ് കൊണ്ട് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് തോന്നത്തില്ല. അതുമല്ല നല്ല ടൈറ്റായിട്ടുള്ള സൈസ് നമ്മളെ കറക്റ്റ് പ്രോപ്പർ സൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹെവിനെസ് ഫീൽ ചെയ്യത്തില്ല ഒരിക്കലും. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷനാണ്, നമ്മളുടെ ഹെഡിൻ്റെ പ്രൊട്ടക്ഷനാണ് ഏറ്റവും മെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനനുസരിച്ചുള്ള ബിൽഡ് ക്വാളിറ്റി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് 4300 രൂപയ്ക്ക് എൻ്റെ കണക്കിന് ഇത് നല്ലൊരു ഹെൽമെറ്റാണ്. ബ്രാൻഡഡ് ഹെൽമെറ്റ്സിൽ ഒരു ബഡ്ജറ്റ് റേറ്റിലുള്ള ഹെൽമെറ്റാണെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ഫേസ് ഹെൽമെറ്റ് ബ്രാൻഡഡിൽ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 4000 മുതലാണ്. അപ്പം 4300 രൂപയ്ക്ക് ഉള്ളതിൽ ഒരു നല്ലൊരു ഹെൽമെറ്റ് തന്നെയാണ് ഇത്. ഇതിന് വേറെ ഏതെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, അതുമല്ല ഇതിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഇത് ഞാൻ പറയാതെ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തി എന്നെ കൂടെ അറിയിക്കുക. അതോടൊപ്പം ബാക്കിയുള്ളവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും.
നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഒരിക്കലും നമ്മൾ വണ്ടികൾ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വയ്ക്കാതെ ഓടിക്കരുത്. നമ്മൾ ദിവസവും എത്രയോ ആക്സിഡൻറ്റുകളാണ് കാണുന്നത്. അതിൽ എത്രയോ ആക്സിഡൻറ്റുകളിൽ ഹെൽമെറ്റ് ഇല്ലാത്തത് കാരണം മരണപ്പെട്ട ആക്സിഡൻറ്റുകൾ നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മളുടെ ഒരു കർത്തവ്യം എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്വന്തമായി ഹെൽമെറ്റ് ധരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ സമൂഹം, നമ്മളുടെ ചുറ്റുപാടുള്ളവരെയും ഹെൽമെറ്റ് ധരിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഇനി ഒട്ടും നിങ്ങളെ ബോറടിപ്പിക്കാതെ തന്നെ നമ്മളുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഞാൻ ഗിവ് അവേയിൽ എന്തൊക്കെയാണ് നൽകുന്നതെന്ന് ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. SMKയുടെ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റും പിന്നെ വേഗയുടെ 2 ഹാഫ് ഫേസ് ഹെൽമെറ്റുമാണ് നൽകുന്നത്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോയുടെ താഴെ നിങ്ങളൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോയെക്കുറിച്ചോ അല്ലെങ്കിൽ ഹെൽമെറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹെൽമെറ്റ് ധരിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചോ ഒരു കമൻറ്റ് ഇടുക. പിന്നെ ഈ വീഡിയോയും ഗിവ് അവേയും കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും എത്തിക്കാൻ വേണ്ടി ഇതിനെ മാക്സിമം ഷെയർ ചെയ്യുക. അത് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ, ഫേസ്ബുക്കിലൂടെ ആയിക്കോട്ടെ, ഏതൊരു മീഡിയത്തിൽ കൂടി ആയാലും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായി ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജായ സോഷ്യൽ സോൾജിയർ ഫോളോ ചെയ്യുക. കാരണം ഈ ഗിവ് അവേയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കമ്മിങ് ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൻ്റെ ഡീറ്റെയിൽസും പിന്നെ നമ്മൾ തമ്മിലുള്ള ഇൻട്രാക്ഷനും കൂടുതൽ നന്നായി നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിരിക്കും. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ ഈ ഗിവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ കൗണ്ട് കഴിയുമ്പോൾ ഞാൻ ഈ ഗിവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും 3 പേർക്കായിരിക്കും ലഭിക്കുന്നത്. അതിൽ ഒരാൾ നിങ്ങളുമാകാം. അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ഈ ഹെൽമെറ്റ് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ കാര്യമാണ് ഞാൻ ഈ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി. ജയ് ഹിന്ദ്.